പുതിയ തലമുറയെ പിടിമുറുക്കിയിരിക്കുകയാണ് ലഹരി. ആൺകുട്ടികൾ മാത്രമല്ല, പെൺകുട്ടികളും മഹാവിപത്തിൻ്റെ ഇരകളാണ്. 8ാം ക്ലാസ്സുകാരി പോലും ലഹരിക്ക് അടിമയായി എന്ന ഞെട്ടിപ്പിക്കുന്ന വിവരമാണ് പുറത്തുവരുന്നത്. 24 എക്സ്ക്ലൂസീവ്. ലഹരി എന്ന സാമൂഹ്യ വിപത്തിലേക്ക് വഴിതെറ്റിപ്പോകുന്നവരിൽ ഏറെയും പുതിയ തലമുറയാണ്. ആൺകുട്ടികളെന്നോ പെൺകുട്ടികളെന്നോ വ്യത്യാസമില്ല. പുതിയ തലമുറയെ എങ്ങനെ ലഹരി സ്വാധീനിക്കുന്നുവെന്ന് 24 അന്വേഷിക്കുകയാണ്. പെൺകുട്ടികൾക്കായുള്ള കേരളത്തിലെ ഒരേ ഒരു ഡി അഡിക്ഷൻ സെന്ററിൽ മുന്നിലാണ് ഞാനിപ്പോൾ ഉള്ളത്. നിലവിലിവിടെ 16 പെൺകുട്ടികളുണ്ട്. ലഹരിക്കടിമപ്പെട്ട് ചികിത്സയിലെത്തിയവരിൽ 13 വയസ്സുകാരി വരെ ഉണ്ടെന്നത് ഏറെ ഞെട്ടിപ്പിക്കുന്നതാണ്. (2021) നിർമ്മൽ നികേതൻ മുക്തി സദൻ ആരംഭിക്കുന്നത്. എറണാകുളം അങ്കമാലി അതിരൂപതയ്ക്ക് കീഴിൽ അങ്കമാലി മൂക്കന്നൂരിലാണ് ലഹരി വിമോചന കേന്ദ്രം. 4 വർഷത്തിനിടെ 350ഓളം പെൺകുട്ടികളാണ് ലഹരിക്കടിമപ്പെട്ട് ഇവിടെ എത്തിയത്. 13നും 25നും ഇടയിൽ പ്രായമായ പെൺകുട്ടികളാണ് ചികിത്സയിലെത്തിയതിൽ ഭൂരിഭാഗവും. ലഹരിക്കടിമപ്പെട്ട ജീവിതത്തിൽ നിന്ന് മോചനം തേടി എത്തിയവരാണിവർ. പെൺകുട്ടികളായതുകൊണ്ട് തന്നെ ദൃശ്യങ്ങൾ നൽകുന്നതിൽ പരിമിതിയുണ്ട്. പ്രായപൂർത്തിയാകാത്തവരുടെ കൈകളിലേക്ക് വരെ ലഹരി സുലഭമായതിന്റെ നേർക്കാഴ്ചയാണിത്. വീടുകളിൽ മീൻസ് ഇപ്പോൾ അച്ഛനോ ആരെങ്കിലും ഒക്കെ ആയിട്ട് ഇത് യൂസ് ചെയ്യുന്നതായിരിക്കാം, ബ്രദറ്, അങ്ങനെയൊക്കെ കുട്ടികളിലോട്ടും അത് വന്ന് അതിനഡിക്റ്റായിട്ട് ഞങ്ങൾക്ക് ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. ഒരു 8ാം ക്ലാസ്സിലെ ഒരു കുട്ടിയായിരുന്നു. അവൾ വന്നു കഴിഞ്ഞ് ഭയങ്കര ആ ഒരു ഗംഭീര്യമായിട്ടാണ് പറഞ്ഞു വരിക. ഞാനെങ്ങനെ ചെറിയ ക്ലാസ് തുടങ്ങി. ഞങ്ങളങ്ങനെ ഒരു ഗ്യാങ് ഉണ്ട്, ഒരു 3-4-5 പേര്. ഞങ്ങളങ്ങനെ ചെടി പോലെയൊക്കെ നട്ട് വളർത്തി അത് പൊടിച്ച് കൊടുത്ത് അങ്ങനെയും ഉള്ളൊരു കുട്ടി ഇവിടെ വന്ന് 3 മാസത്തോളം നിന്ന് പോയിട്ടുണ്ട്. കായികമായിട്ട് ഞങ്ങൾ മോർണിംഗിൽ തന്നെ യോഗയിലാണ് തുടങ്ങുക. യോഗയിൽ തുടങ്ങി ക്ലാസ്സുകൾ, തെറാപ്പികൾ, പിന്നെ സ്കില്ലുണ്ട്. അപ്പോൾ തയ്യൽ യൂണിറ്റാണ് ഇപ്പോൾ ഇവർക്ക്. അതിന് ഇൻട്രസ്റ്റ് ഉള്ളവർ അതിനായിട്ട് ഒത്തിരിക്കും. പിന്നെ ഡ്രോയിങ് ആണെങ്കിൽ ഡ്രോയിങ്, ഡാൻസ് ആണെങ്കിൽ ഡാൻസ്. ഇപ്പോൾ ഞങ്ങൾക്കിവിടെ ഒത്തിരി സ്ഥലങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് പച്ചക്കറിയും പ്രകൃതിയുമായിട്ട് ഒന്ന് ഇണങ്ങിച്ചേരാൻ അവരുടെ മാനസിക ഉല്ലാസത്തിനും കൂടി അത് അനിവാര്യമാണല്ലോ. താളം തെറ്റി കുടുംബത്തിലെ മാനസിക സംഘർഷം അനുഭവിക്കുന്ന പെൺകുട്ടികളെയാണ് ലഹരി മാഫിയ സംഘം ചൂഷണം ചെയ്യുന്നത്. പെൺകുട്ടികളുടെ കാര്യത്തിലാണെങ്കിൽ ആൺകുട്ടികളെക്കാൾ നമുക്ക് അല്പം കൂടി പ്രകോപനപരമായിട്ടുള്ള കാര്യങ്ങളാണ്. അവരുടെ വയലൻസ്, അവർ നമുക്ക് 31 ദിവസം കൊണ്ട് ആൺകുട്ടികളുടെ ഒരു ട്രീറ്റ്മെൻറ്റിലേക്ക് നമുക്ക് കടന്നു വരാൻ സാധിക്കുമെങ്കിൽ അവർക്കൊരു 90 ദിവസമെങ്കിലും നമുക്ക് എടുക്കുന്ന ഒരവസ്ഥയിലേക്കാണ് നമുക്ക് മുന്നോട്ട് പോകാനായിട്ട് പറ്റുന്നത്. ഇവർക്ക് കിട്ടുന്നത് ഒരു ഫ്രണ്ട് സർക്കിളിൽ നിന്നാണ് ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത്. അത് ഫ്രണ്ട് സർക്കിളിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് പിന്നെ ഇവരിതിൻ്റെ കരിയറായിട്ട് ഇവർ മാറുകയാണ്. പിന്നെ ഇവർ പിന്നെ ഇത് ഉപയോഗിക്കാൻ പറ്റാത്ത, ഇപ്പോൾ 9ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടി പോലും ക്ലാസ് വിട്ടിറങ്ങി ഈ ഒരു ഗ്രൂപ്പിൻ്റെ കൂടെ കൂടി ബാംഗ്ലൂർ പോയി, പിന്നെ കൊച്ചി കേന്ദ്രമായിട്ട് പ്രവർത്തിച്ചു. അത് കഴിഞ്ഞ് ഈ ഒരു പ്രശ്നം ഉണ്ടായപ്പോൾ ഹോസ്പിറ്റലിലേക്ക് പോയി. എന്നിട്ട് ഹോസ്പിറ്റലുകാരാണ് പോലീസിനെ അറിയിച്ച് നമ്മുടെ അടുത്തേക്ക് പേഷ്യൻറ്റിനെ കൊണ്ടുവരാനായിട്ട് കാരണമായിട്ട് തീർന്നിരിക്കുന്നത്. അങ്ങനെയാണ്. ലഹരിയുടെ പിടിയിൽ നിന്ന് തിരികെ ജീവിതത്തിലേക്കുള്ള യാത്രയിലാണിവർ. ഇവരെ ഒറ്റപ്പെടുത്തുകയല്ല വേണ്ടത്, ഇവരെ കൂടി ചേർത്ത് നിർത്തി വേണം ലഹരിക്കെതിരെയുള്ള പോരാട്ടം ശക്തമാക്കേണ്ടത്. ഒപ്പം നിയമ സംവിധാനം കൂടുതൽ ഉണരണം. കൊച്ചിയിൽ നിന്ന് സന്തോഷ് ചേകവർക്കൊപ്പം നിതിൻ അംബുജൻ, 24.